അവൻ എഫ്രായിം പ്രദേശത്തെത്തിയപ്പോൾ കാഹളം മുഴക്കി. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഏഹൂദിനെക്കുറിച്ച്. ദെബോറ ബാറാക്കിനെ എവിടെ നിന്നാണ് ആളയച്ച് വരുത്തിയത്? നഫ്താലിയിലെ കേദേശിൽ നിന്ന്. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ സിസേറ ഡാഷ് നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. കിഷോൻ. മുന്നേറുക, കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. ആരോട് പറഞ്ഞു? ദെബോറ ബാറാക്കിനോട്. ബാറാക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടം വരെ അനുധാവനം ചെയ്തു എന്നാണ് പറയുന്നത്? ഹൊറോഷെത്ത് ഹഗോയിം വരെ. സിസേറ ഹേബറിൻ്റെ ഭാര്യയുടെ കൂടാരത്തിൽ അഭയം പ്രാപിക്കാൻ കാരണം? യാബിൻ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിൽ ആയിരുന്നതുകൊണ്ട്. ഉള്ളിലേക്ക് വരൂ പ്രഭു, എന്നോടുകൂടെ അകത്തേക്ക് വരൂ, ഇങ്ങനെ പറഞ്ഞത് ആര്? ജായേൽ. ന്യായാധിപന്മാർ 3 കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചെന്ന് പറയാൻ കാരണം? കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ? ഇങ്ങനെ ചോദിച്ചത് ആര്? യോവാഷ്. യുവാഹെ ഷാലോം എന്ന ബലിപീഠം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അബിസേയർ വംശജരുടെ ഓഫ്രായിൽ. സിസേറ എങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്? ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത്. ഏഹൂദ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത്? എഫ്രായിം മലമ്പ്രദേശത്ത്. യൂദ ആരെ നിശേഷം പരാജയപ്പെടുത്തി എന്നാണ് ന്യായാധിപന്മാർ 1:17 പറയുന്നത്? സേഫാത്ത് നിവാസികളായ കാനാന്യരെ. യൂദായ്ക്ക് താഴ്വര നിവാസികളെ തുരത്താൻ കഴിയാഞ്ഞതിന് കാരണം? അവർക്ക് ഇരുമ്പുരഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ. ലൂസ് എന്ന നഗരം ഏത് നാട്ടിൽ ചെന്നാണ് പണിതത്? ഹിത്യരുടെ നാട്ടിൽ. അദോണി ബസേക്ക് എവിടെ വെച്ചാണ് മരിച്ചത്? ജെറുസലേമിൽ. ഇസ്രായേലിലെ എത്ര കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നോ എന്നാണ് ന്യായാധിപന്മാർ 5:8 പറയുന്നത്? 40,000-നിടയിൽ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഡാഷ് മല കുലുങ്ങി എന്നാണ് ന്യായാധിപന്മാർ 5:5 പറയുന്നത്? സീനായ് മല. എന്ത് കർത്ത് സന്നിധിയിൽ വിറപൂണ്ടു എന്നാണ് ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്നത്? പർവ്വതങ്ങൾ. റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു. 5-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ പറയുന്നത്? 2 പ്രാവശ്യം. ഏത് ജലാശയത്തിന് അരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി എന്നാണ് പറയുന്നത്? മെഗിദ്. അവർ ഇസ്രായേലിനെതിരെ താവളമടിച്ചു. ഡാഷ് പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. ഗാസായുടെ. സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ആരോട് പറഞ്ഞു? കർത്താവ് ഗിദെയോനോട്. ജെറുബ്ബാൽ എന്ന പേരിന് അർത്ഥം?
ബാൽ തന്നെ അവന് എതിരായി മത്സരിക്കട്ടെ. അബിമേലെക്കിനെ എവിടെ വെച്ചാണ് രാജാവായി വാഴിച്ചത്? ഷെക്കീമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച്. സേബായും സൽമുനായും 15,000-ഓളം ഭടന്മാരോടുകൂടെ ഡാഷിൽ താവളമടിച്ചിരുന്നു. കാർക്കോറിൽ. നിങ്ങൾ ഷെക്കെം പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ, ആര് ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? അബിമേലെക്ക് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും. മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്, ആര് ആരോട് പറഞ്ഞു? സെബൂൾ ഗാലിനോട്. ന്യായാധിപന്മാർ 9:50 അബിമേലെക്ക് ഏത് സ്ഥലം പിടിച്ചടക്കി എന്നാണ് പറയുന്നത്? തെബേസിൽ. ഷെക്കെം നിവാസികൾ ആരിൽ വിശ്വാസമർപ്പിച്ചു എന്നാണ് ന്യായാധിപന്മാർ 9:26 പറയുന്നത്? ഗാലിൽ. ഏത് മലയിലേക്കാണ് അബിമേലെക്ക് പടയാളികളുമായി പോയത്? സൽമോൻ. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട എത്ര ഗോപുര നിവാസികളെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്? 1000-ഓളം. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക, ഇങ്ങനെ പറഞ്ഞത് ആര്? അബിമേലെക്ക്. ഏത് ദേശത്താണ് ഹാവോത്ത് ജായിർ എന്നറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ ഉള്ളത്? ഗിലെയാദ്. ജെറുബ്ബാലിൻ്റെ പുത്രനും അവൻ്റെ കിങ്കരനായ സെബൂളും ഷെക്കെമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ ആളുകളെ സേവിച്ചില്ലേ, ഇങ്ങനെ പറഞ്ഞത് ആര്? ഗാൽ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞത് ആര്? കർത്താവിൻ്റെ ദൂതൻ. കർത്താവെ, അങ്ങ് ഡാഷിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏദോം പ്രദേശത്തു നിന്ന് മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. സെയീറിൽ നിന്ന്. പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല, ഇങ്ങനെ പറഞ്ഞത് ആര്? ദബോറ. എവിടെ നിന്ന് സൈന്യാധിപൻ്റെ ദണ്ഡു വഹിച്ചവർ താഴേക്ക് അണിയായി നീങ്ങി എന്നാണ് ന്യായാധിപന്മാർ 5 പറയുന്നത്? സെബുലൂണിൽ നിന്ന്. ആര് ബാറാക്കിനോട് വിശ്വസ്തനായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 5:15 പറയുന്നത്? ഇസാക്കർ.